ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച സമയത്ത് റബ്ബിനോട് ആദം നബി അലൈഹി ഇസ്ലാം ചോദിക്കുകയാണ്, യാ റബ്ബു ലിമ കന്നൈതനി അബാ മുഹമ്മദ്, അല്ല എനിക്കെന്തേ ഒരു അബൂ മുഹമ്മദ് എന്നൊരു കുഞ്ഞത്തലമ അങ്ങ് പറയാൻ കാരണം എന്ന് അള്ളാഹുവിനോട് ആദം നബി അലൈഹി ഇസ്ലാം ചോദിക്കുന്നുണ്ട്. അത് അള്ളാഹു തോന്നിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അള്ളാഹു തആല പറഞ്ഞു, ഇർഫ റസക, നിൻ്റെ തലയെ നീ ഒന്ന് ഉയർത്ത്. ആ സമയത്ത് ആദം നബി അലൈഹി സ്വലാം അർശിലേക്ക് നോക്കിയപ്പോൾ അവിടെ പ്രകാശം കാണുകയാണ്. അപ്പോൾ ചോദിച്ചു, യാ റബ്ബ് മാ ഹാദ നൂറു, ഈ പ്രകാശം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു തആല പറയാണ്, ഹാദ നൂറു നബി മിൻ ദുജ്ജിയതിക ഇസ്മുഹു ഫിസ്സമായി അഹ്മദ്, ആകാശത്ത് അഹമ്മദ് എന്ന് പേരുള്ള, വഫിൽ അർളി മുഹമ്മദൻ, ഭൂമിയിൽ മുഹമ്മദ് എന്ന് പേരുള്ള, ലൗലാഹു മാ ഖലഖതുക വലാ ഖലഖതു സമാഅൻ വലാ അർള, ഭൂമിയിൽ മാത്രം ഇപ്പോൾ സൃഷ്ടിച്ച, ഇനി ആകാശത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ പോകുന്ന നബിമാരുടെ നേതാവായ അവസാന പ്രവാചകനായ മുത്തുനബിയുടെ പേരാണ് അത്, ആ പ്രകാശമാണ് നിങ്ങൾ കണ്ടത് എന്ന് അള്ളാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനോട് പറയുകയാണ്. അപ്പോൾ അള്ളാഹു തആല മുമ്പേ തന്നെ മുത്തുനബിയുടെ പ്രകാശത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അള്ളാഹു തആല പറയാണ്, ഇനി ഒരിക്കലും ആ പ്രകാശത്തെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഈ ഭൂമി ലോകത്തുള്ള ഒന്നും തന്നെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. അപ്പോൾ എന്തും പടക്കാൻ കാരണക്കാരൻ അത് അഷ്റഫുൽ ഖൽഖായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാകുന്നത്. അപ്പോൾ മുത്തുനബിയെ സ്നേഹിച്ചാൽ എന്തും നമുക്ക് കിട്ടും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.